അതിഥിയുടെ വിശേഷങ്ങളാണ്. അതിഥിക്കൊപ്പം വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശസ്ത നെയ്മോളജിസ്റ്റ് ശ്രീ സാരഥി കൃഷ്ണയാണ് കൊച്ചി സ്റ്റുഡിയോയിൽ അതിഥിയായി ചേരുന്നത്. ശ്രീ സാരഥി കൃഷ്ണ, സ്വാഗതം വാർത്താ പുലരിയിലേക്ക്. നമസ്കാരം. നമുക്കറിയാം, ന്യൂമറോളജി എന്നതൊക്കെ നമുക്ക് സുപരിചിതമാണ്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്മോളജി എന്ന് പറയുമ്പോൾ പലർക്കും അതറിയില്ല. എന്താണ് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒരു പേരിൽ എന്താണ് ഇത്ര പറയാനിരിക്കുന്നു എന്നത്. പക്ഷേ താങ്കൾ പറയുന്നത് ഒരു പേരിൽ പലതും ഉണ്ട് എന്നാണ്. എന്താണ് ഈ നെയ്മോളജി? അതിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. നെയ്മോളജി എന്ന് പറയുന്നത് നമ്മൾ പേരുകളുടെ ഒരു സന്തുലനമാണ്, ഒരു സങ്കലനമാണ്. നെയ്മോളജി എന്ന് പറയുമ്പോൾ പേരുകളിൽ നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അറേഞ്ച്മെന്റ് ചെയ്ത് മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ അത് ദോഷങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഉദാഹരണത്തിന് KERL കേരള, കെ കഴിഞ്ഞാൽ ER ഈസ് ഈക്വൽ ടു ERR ഓവർ എറർ, അപൂർണത, മുഴുവനാക്കാത്തത്. ഇതാണ് അതിൽ പറയുന്നത്. LA എന്ന് പറയുന്ന ലെറ്റേഴ്സ് താഴോട്ട് എന്നുള്ള അർത്ഥമാണ് ഉണ്ടാക്കുന്നത്. കേരള എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തിന്റെ നാമസംഖ്യ 14 ഈ 14 എന്ന് പറയുന്നത് നമുക്ക് അത്ര നല്ല ഒരു സംയോജനമല്ല. 1 സൂര്യനും 4 രാഹുവുമാണ്. ഈ 1 സൂര്യനും 4 രാഹുവും വന്നാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, സർവകാര്യ തടസ്സങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾ പറയുന്നത്. അത്ര നല്ല എഫക്റ്റ് അല്ല. അതിൽ നിസ്സാരമായ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ വൻ വിജയങ്ങളൊക്കെ തന്നെയാണ് ആവർത്തിക്കുക. അപ്പോൾ നെയ്മോളജി എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ കമ്പനങ്ങളാണ്. ന്യൂമറോളജി സംഖ്യാശാസ്ത്രം മാത്രമാണ്. സംഖ്യാശാസ്ത്രത്തിൽ ലെറ്റേഴ്സിന്റെ അപാകതകൾ പരിഹരിക്കാൻ കഴിയില്ല. ERNKULAM എറണാകുളം, ER ഈസ് ഈക്വൽ ടു ERR ഓവർ എറർ. NA എന്ന് പറയുന്നത് വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. ചന്തുവിനെ നല്ലവനായിട്ട് അവതരിപ്പിച്ച് ശ്രീ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തി ചന്തുവിനെ നല്ലവനായിട്ട് അവതരിപ്പിച്ചതിന്റെ കാരണം MT വാസുദേവൻ കഴിഞ്ഞ് NA എന്ന് പറയുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആ ഒരു സംയോജനം നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ സാരഥി കൃഷ്ണ, താങ്കൾ ഇപ്പോൾ കേരളത്തെ കുറിച്ച് പറയുകയുണ്ടായി. കേരളം എന്നുള്ള ആ ഒരു പേര്, അത് എഴുതുന്ന രീതി, ഒരുപക്ഷെ ഈ പേരിൽ ഈ അക്ഷരങ്ങളുടെ ഈ ക്രമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലെറ്ററുകളുടെ മാറ്റം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും? അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നമുക്കറിയാം, അടിക്കടി പ്രളയങ്ങൾ ഉണ്ടാകുന്നു, മറ്റ് സംഭവങ്ങൾ ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഈ ഒരു പേരിലെ മാറ്റം ഒരു വലിയ സമൃദ്ധി, അഭിവൃദ്ധി ഈ നമ്മുടെ നാടിന് കൊണ്ടുവരിക? അതായത് K എന്ന് പറയുന്നത് 10 മിനിറ്റ് ദുഃഖവും 10 മിനിറ്റ് സന്തോഷവും എന്നുള്ള ലെറ്ററാണ്. അതായത് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ലെറ്ററാണ് K എന്ന് പറയുന്നത്. അതിന്റെ ഈശ്വരൻ എന്ന് പറയുന്നത് വെങ്കടാചലപതിയാണ്. പിന്നെ അതുപോലെ തന്നെ ER എന്ന് പറയുന്ന ലെറ്റേഴ്സ് എറർ എന്നുള്ള അർത്ഥം ഉണ്ടാക്കുന്നു. ഈ എറർ എന്നുള്ള അർത്ഥം അത്ര നല്ല ഒരു സംയോജനമല്ല സൃഷ്ടിക്കുന്നത്. ഓക്കെ. പിന്നെ അതിൽ ER കഴിഞ്ഞിട്ട് RA എന്ന് പറയുന്ന ലെറ്റേഴ്സ് റൈസ് എന്നുള്ളതാണ്. അത് പ്രശസ്തിയായാലും ധനമായാലും മറ്റുള്ള കാര്യങ്ങളായാലും റൈസാണ്. പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ER എന്ന് പറയുന്ന ലെറ്ററാണ്. ഈ R എന്ന് പറയുന്ന ലെറ്റർ അത്ര നല്ല സംയോജനങ്ങളല്ല സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് അനിശ്ചിതത്വങ്ങൾ അനുഭവപ്പെടുന്നത്. പിന്നെ RA കഴിഞ്ഞിട്ട് AL ഈസ് ഈക്വൽ ടു KERLA, AL ഈസ് ഈക്വൽ ടു ഓൾ ഇൻ ഓൾ എന്നുള്ള നിൽക്കുന്നതാണ്. LAL ലാൽ എന്നുള്ളത് ALL ഓൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് മോഹൻലാൽ, സിദ്ദിഖ് ലാൽ, ലാൽ ജോസ്, ലാലു ലക്സ് ഒക്കെ തിളങ്ങി നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ AL എന്ന് പറയുന്ന ലെറ്റേഴ്സ് വളരെ നല്ലതാണെങ്കിലും ചില കാര്യങ്ങൾ അവിടെ ശരിയാകുന്നു. പക്ഷേ LA എന്ന് പറയുന്ന ലെറ്റേഴ്സ് താഴോട്ട് എന്നുള്ളതാണ്. അത് അത്ര നല്ല സംയോജനമല്ല സൃഷ്ടിക്കുന്നത്. അപ്പൊ KERLA എന്ന് പറയുന്ന അതിന്റെ സംഖ്യ 14. ഇത് അത്ര നല്ല എഫക്റ്റിൽപ്പെട്ട സംഖ്യയല്ല. ബുധന്റെ അപഹാരത്തിലുള്ള സംഖ്യയാണ് 14 എന്ന് പറയുന്നത്. 1, 4, 5. അപ്പോൾ 23 എന്ന് പറയുന്ന സംഖ്യയുടെയോ 5 എന്ന് പറയുന്ന സംഖ്യയുടെയോ 32 എന്ന് പറയുന്ന സംഖ്യയുടെയോ ഒന്നും ഇമേജ് ഈ 14 ഇല്ല. കാരണം സൂര്യനോട് കൂടി രാഹു നിൽക്കുന്ന സംയോജനമാണ് അത്. 1 + 4. അത് അത്ര നല്ല സംയോജനമല്ല.
ശ്രീ സാരഥി കൃഷ്ണ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സംഖ്യാശാസ്ത്രവും അതോടൊപ്പം തന്നെ നാമശാസ്ത്രവും ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അതെ, ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ 1 മുതൽ 9 വരെയുള്ള ഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങളുടെ പൊസിഷനും കൂടി അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഭവത്തിന്റെ ഒരു നാമസംഖ്യ എന്ന് പറയുന്ന 37 നിൽക്കുന്നു. ഈ 37 നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യന്റെ അപഹാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ സൂര്യന്റെ അപഹാരത്തിൽ നിൽക്കുമ്പോഴും എന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ആ സൂര്യന്റെ അപഹാരത്തിൽ നിന്നാൽ പോലും അതിൽ ചില 3, 7 എന്ന് പറയുന്ന സംഖ്യയാണ്. അതായത് വ്യാഴവും കേതുവുമാണ്. വ്യാഴം ദേവനാണ്, കേതു അസുരനാണ്. അത്ര നല്ല സംയോജനവും കൂടി ആണ് എന്ന് പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങൾക്ക് നല്ല സംയോജനമാണ്, കുറെ കാര്യങ്ങൾക്ക് അത്ര ഇതല്ല. പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പിന്നീട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ സംയോജനം. ശരി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം എന്ന പേര്, മുല്ലപ്പെരിയാർ എന്ന പേര്, അതിന്റെ ലെറ്റേഴ്സ് അത് ഒരുപക്ഷെ നമുക്ക് അത്ര പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മാറ്റിയാൽ വലിയ രീതിയിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കാം. അത് നമുക്ക് മാറ്റി നിർത്താം തൽക്കാലം, കാരണം അത് നമ്മുടെ കയ്യിൽ അല്ലാത്തതുകൊണ്ട്. പക്ഷേ താങ്കളുടെ കയ്യിലാണ് പലരുടെയും പേരുകളുള്ളത്, പ്രത്യേകിച്ച് സിനിമ നടീനടന്മാരുടെ. മലയാള സിനിമയ്ക്ക് പരിചിതരായ സുപ്രസിദ്ധരായ പല ആൾക്കാരുടെയും പേരുകളിലെ ലെറ്റേഴ്സിലെ ചില മാറ്റങ്ങൾ താങ്കളുടെ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും നേട്ടങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെയുള്ള അനുഭവങ്ങൾ താങ്കൾ ഒന്ന് പങ്കുവെക്കാമോ? ഇത് ആദ്യം നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പേര് അറേഞ്ച് ചെയ്തു തന്നു എന്ന് ആരോടും പറയരുത്. ഓക്കെ. പിന്നെ ഞാനൊരു 18 വർഷം കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ആളുകളുടെ പേര് മാറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറയാം. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത് ശാർങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഗുരുനാഥൻ പത്മശ്രീ തിക്കുറിശി സുകുമാരൻ നായരാണ് പേര് അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദർ എന്നുള്ള പേര് പ്രേം നസീർ എന്നാക്കി. അദ്ദേഹം പ്രേം നസീറിനെ കുറിച്ച് മലയാളികളോട് പറയേണ്ടതില്ല, വളരെ എവർഗ്രീനായിട്ട് നിൽക്കുന്ന. ഈ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, താങ്കളുടെ പേരും സാരഥി കൃഷ്ണ എന്ന താങ്കളുടെ ഇപ്പോഴത്തെ പേര് തെക്കുറിച്ചി നൽകിയ പേരാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് സാരഥി കൃഷ്ണ എന്ന പേരിലേക്ക് താങ്കൾ എത്തിയത്? 94 തെക്കുറിശി സാറിനും പിന്നെ അതുപോലെ ദാദാ ഫാൽക്കെ അവാർഡ് നേടിയ ശിവാജി ഗണേശൻ സാറിനും കൂടി വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ വെച്ചിട്ട് നമ്മുടെ ആറ്റിങ്ങൽ വിജയകുമാറിന്റെ ഒരു നേതൃത്വത്തിൽ നടക്കുന്ന കേരള ഫിലിം ഗൈഡ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന ഒരു സ്വീകരണമൊക്കെ കൊടുക്കുകയുണ്ടായി. അന്ന് സിരിമാവോ ഭണ്ണാര നായിക, ശ്രീലങ്കൻ പ്രസിഡന്റ്, അവരായിരുന്നു ചീഫ് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ പങ്കെടുക്കാനും ചില പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കാനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഓക്കെ. എൻ്റെ അച്ഛൻ PWDയിൽ എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ സീനിയറായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് ശ്യാമളാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന തെക്കുറിശി സുകുമാരൻ നായരുടെ മകള് ചീഫ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ ചെന്ന് കാണുകയും അപ്പോൾ ഈ ഒരു പേര് മാറ്റം, എൻ്റെ പേര് ശരിക്ക് ആദ്യം ഇട്ടിരുന്നത് ശ്രീധരൻ എന്നായിരുന്നു. അതെൻ്റെ മുത്തശ്ശൻ അമ്പലപ്പുഴ മാധവ പൊതുവാൾ അദ്ദേഹം തന്ന പേരാണ്. അതിനുശേഷമാണ് എൻ്റെ അച്ഛനും അമ്മയും അത് പേര് അനിൽകുമാർ എന്നാക്കിയത്. അതിനുശേഷം അനിൽകുമാർ എന്നുള്ള പേരിൽ കഴിഞ്ഞാൽ NIL നിൽ എന്നുള്ള അർത്ഥമുണ്ടെന്ന് ഗുരുനാഥൻ പറയുകയും അത് മാറ്റി സാരഥി കൃഷ്ണ എന്ന് ആക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനൊരു മാധ്യമ രംഗത്ത് 24 വർഷം പ്രവർത്തിച്ചിരുന്ന ആളാണ് എറണാകുളത്തിൽ. അതോടൊപ്പം തന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു. ഇപ്പോൾ ഒരു 18 വർഷമായിട്ട് ചെയ്യുന്നു. സാരഥി കൃഷ്ണ എന്നുള്ള പേരിൽ വളരെ പ്രാധാന്യങ്ങൾ ഉണ്ട്. അതിൻ്റെ ലെറ്റേഴ്സൊക്കെ വളരെ ഗംഭീരമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് മതി, ജീവിക്കാനുള്ളത് ഇന്ന് കിട്ടും എന്നുള്ളത്. എന്ന് വെച്ചാൽ അത് ഈ ജീവിതകാലം മുഴുവൻ പ്രശസ്തനാവാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഇത് മതി എന്ന്, ഈ പേര് മതി എന്ന് പറഞ്ഞ് ഇടുകയാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ പേര് ശിവശംഭു എന്നാണ് തെക്കുറിശി സാർ പറഞ്ഞത്. പിന്നെ അത് തമിഴ് ചൊവ്വയുള്ളൊരു പേരായതുകൊണ്ട് അത് മാറ്റി സാരഥി കൃഷ്ണ എന്ന് മതി, അതിൽ പ്രശസ്തനാകും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ നെയ്മോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത്ര പരിചിതമല്ല ഈ ഒരു മേഖല.
താങ്കളടക്കമാണ് ഈ ഒരു മേഖലയിൽ ഇന്ന് കേരളത്തിൽ തന്നെ പരിചിത മുഖങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നെയ്മോളജിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെയും താങ്കൾ നടത്തിയത്? നെയ്മോളജി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേര് ചില പേര് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ സംഖ്യകൾ നമ്മൾ പഠിക്കും. ചില പേരുകൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പേര് എന്ന് പറയുമ്പോൾ എൻ്റെ വീട് മാളയിലാണ്. മാളയ്ക്ക് ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മുടെ പ്രിയങ്കരനായ കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഈ കലാഭവൻ മണി എന്ന് പറയുന്ന പേരിൻ്റെ സംഖ്യ 38 എന്ന് പറയുന്ന സംഖ്യയാണ്. ഈ 38 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ അത് ഈ വ്യാഴവും ശനിയും കൂടി കൂടുന്ന സംഖ്യയാണ്. അത് അത്ര നല്ല സംയോജനം അല്ല. അത് 3 + 8 = 11. അപ്പോൾ സാമ്പത്തികമായ ചതികൾ, സ്ഥലസംബന്ധമായ ദോഷങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വരുത്തുന്ന ഒരു സംഖ്യയാണത്, സംഖ്യയെപ്പറ്റി മാത്രം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു രീതി വരുമ്പോൾ അത്ര നല്ലൊരു എഫക്റ്റായിട്ടല്ല നമുക്കത് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചില ദുര്യോഗങ്ങളൊക്കെ. അപ്പോൾ ഈ കഷ്ടപ്പാടുകൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാലേ നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള പോസിറ്റീവ് എനർജീസ് ഉണ്ടാകുന്നു. ഈ പോസിറ്റീവ് എനർജീസാണ് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കിട്ടേണ്ടത്. അപ്പോൾ ചില പേരുകൾ നെഗറ്റീവ് എനർജി, ഇപ്പോൾ ആരാധ്യ എന്ന് പറയുന്ന ഒരു പേര് കുട്ടികൾക്ക് ഇടുന്നുണ്ട്. ഈ ആരാധ്യ എന്ന് പറയുന്ന പേരിൽ ഒരു 4 വയസ്സ് വരെയൊക്കെ, 4 വയസ്സ് കഴിഞ്ഞാൽ ഒരു അപകടങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ, അസുഖങ്ങൾ, ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു പേരാണ്. അതിൻ്റെ ലെറ്റേഴ്സ് ദോഷമാണ്. ഇങ്ങനെയൊക്കെ നമ്മളിത് പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിന്നുള്ളൊരു ദുര്യോഗത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹവും കൂടി അവിടെ ഉണ്ട്. കൃഷ്ണ, ഇപ്പോൾ ഞാൻ എന്റെ പേരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആരാധ്യ എന്ന പേര് വലിയ അപകടം. ഇപ്പോൾ സുരേഷ് കുമാർ SURESHKUMAR എന്നുള്ള വലിയ അപകടങ്ങളില്ലാതെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ അങ്ങനെ പോയാൽ പോരല്ല, ഒരു മാറ്റം നമുക്കും വേണമല്ലോ. എന്താണ് ഈ ഒരു പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം നിർദ്ദേശിക്കാൻ സാധിക്കുമോ? അതായത് സുരേഷ് കുമാർ എന്ന് പറയുന്ന പേരിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള പേരാണ്. ഭൂമി സംബന്ധമായിട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേസുകളൊക്കെ വരാവുന്ന ഒരു പേരാണ്. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ ഉള്ള താല്പര്യമുള്ളൊരു പേരാണ് സുരേഷ് കുമാർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ SURESH, ഞാൻ എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഉത്ബോധം. എത്ര ഒരു പ്രാധാന്യം കിട്ടിയാലും, അത് എത്ര പ്രാധാന്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്താലും അങ്ങനെ റീച്ച് ചെയ്യേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ നോ എന്ന് പറയുന്ന ഒരു വാക്ക് ഒരിക്കലും ഈ പേരിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് വരില്ല. യെസ് എന്നേ പറയുള്ളൂ. അത് ഒരിക്കലും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാത്തൊരു പേര് കൂടിയാണ് സുരേഷ് കുമാർ എന്നുള്ളത്. ഇന്റേണലി സിക്നെസ് ആണ് സുരേഷ് കുമാർ എന്നുള്ള പേരിൽ ഇന്റേണലി സിക്നെസ് വരുന്ന അവസ്ഥയുണ്ട്. പിന്നെ എത്ര വലിയ ദുഃഖം വന്നാലും 5 ദിവസമാണ് അതിനായുസുള്ളത്. 5 ദിവസം കൊണ്ട് എത്ര വലിയ ദുഃഖം വന്നാലും മറന്നുപോകുന്ന അവസ്ഥയാണ് ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ആ ലെറ്റേഴ്സിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാണ്. തീർച്ചയായും. ഇനി ശ്രീ സാരഥി കൃഷ്ണ, ഇപ്പോഴുള്ള ഈ ഒരു പേര്, അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാലുള്ള അനുകൂല ഘടകങ്ങൾ അതെന്തൊക്കെയാണ്? എങ്ങനെ മാറ്റം വരുത്താം? അതില് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം, സ്റ്റാർ ഒക്കെ നോക്കി സൂര്യന്റെ അക്ഷാംശത്തിൽ ഏത് ഗ്രഹങ്ങളുടെ പൊസിഷനാണ് ഉച്ചത്തിൽ നിൽക്കുന്നത്, ഏതാണ് നീചത്തിൽ നിൽക്കുന്നതൊക്കെ നോക്കിയതിന് ശേഷം വേണം അത് നമുക്ക് ചെയ്യാനായിട്ട്. അതിൽ കൃത്യമായിട്ടുള്ള നാമസംഖ്യയും വിധിസംഖ്യയും, അതായത് നാമസംഖ്യ എന്ന് പറഞ്ഞാൽ പേരിന്റെ സംഖ്യ, വിധിസംഖ്യ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടി കിട്ടുന്ന സംഖ്യ. പിന്നെ അതെല്ലാം യോജിക്കണം. ജനനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനനത്തീയതി അനുസരിച്ചുള്ള സംഖ്യ. ഇതെല്ലാം യോജിച്ച് ഭാഗ്യസംഖ്യയിൽ അഡോപ്റ്റ് ചെയ്ത് അത് സൂര്യന്റെ അക്ഷാംശത്തിലെ കപാലിക ഗണത്തിൽപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കിയിട്ട് വേണം ഈ പേരുകളുടെ അറേഞ്ച്മെന്റ് ചെയ്യാൻ. ശരി, ഏതായാലും നമുക്ക് കൂടുതൽ ചോദിക്കാനുണ്ട്, കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാനുണ്ട്. ഒരു ഇടവേള കഴിഞ്ഞ് This news show credits. MyG Future, സമാനതകളില്ലാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം. Tali Eternal Wedding Collections by Chungat Jewelry.
ICL Fincor. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, ഏറ്റവും വേഗത്തിൽ. ജീവിതത്തിന്റെ മൂല്യം ഉയരട്ടെ. നല്ല സദ്യക്ക് നല്ല സാമ്പാർ, നല്ല സാമ്പാറിന് ഈസ്റ്റേൺ. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ആരോഗ്യകരമായ ജീവിതത്തിന് വിട്ടുവീഴ്ച അരുത്. തോംസൺ വാട്ടർ ടാങ്ക്, കണിച്ചായ് പ്രോഡക്റ്റ്. വിലമതിക്കാനാകാത്ത ആത്മബന്ധങ്ങൾക്ക് പകരം വെക്കാൻ മറ്റെന്താണുള്ളത്? അസറ്റ് റെസ്പോൺസിബിളി യോഴ്സ്. കല്യാൺ സിൽക്സ്. പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Promise is a promise. ഫെഡറൽ ബാങ്ക് സ്വർണ്ണ വായ്പകൾ എല്ലാ ഫെഡറൽ ബാങ്ക് ശാഖകളിലും ലഭ്യം. നമസ്കാരം, നമസ്കാരം. ഇതാ ചിങ്ങമാസം വന്നെത്തി. എല്ലാ മുഖങ്ങളിലും ഓണത്തിന്റെ തിളക്കം. എന്നാൽ ഡിഷ് ടിവിയോടൊപ്പമുള്ള ആഘോഷം വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. എല്ലാ മലയാളം ചാനലുകളും മറ്റിഷ്ട ചാനലുകളും പ്രതിമാസം 150 രൂപ നൽകി വർഷം മുഴുവൻ ആസ്വദിക്കൂ. നിങ്ങളുടെ ഡിഷ് ടിവി സെറ്റ് ടോപ്പ് ബോക്സ് റീചാർജ് ചെയ്ത് ഇപ്പോൾ 1799 രൂപ റീചാർജ് ചെയ്ത് വർഷം മുഴുവൻ വിനോദം ആസ്വദിച്ചു തുടങ്ങുക. ഡിഷ് TV.in വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഡിഷ് ടിവി ഡീലറെ സമീപിച്ചോ അനായാസം റീചാർജ് ചെയ്യൂ. നെയ്മോളജിയുടെ വിശേഷങ്ങളുമായി ശ്രീ സാരഥി കൃഷ്ണയാണ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീ സാരഥി കൃഷ്ണ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള വിവിധ മേഖലകളിൽ വിഹരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര്, അത് പ്രത്യേകിച്ച് ഒരാളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര് ആകുമ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് അച്ഛനമ്മമാരിട്ട പേരാണ്. ഇത് പലപ്പോഴും മാറ്റാനുള്ള, അതിലെ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള ഒരു വൈമനസ്യം പലർക്കും ഉണ്ടാകാം. എന്നാൽ അതേസമയത്ത് തന്നെ ഇതാണ് എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമെന്ന് പലരും ചിന്തിക്കുന്നുമില്ല. താങ്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ മറ്റ് പരിഹാര മാർഗങ്ങൾ തേടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ എങ്ങനെയാണ് ഒരു നെയ്മോളജിസ്റ്റിന് കൃത്യമായി ഇടപെടാൻ സാധിക്കുക? ചോദ്യം ക്ലിയർ ആയില്ല. അതായത് പലപ്പോഴും ഇപ്പോൾ എൻ്റെ പേര്, അതിന്റെ അക്ഷരങ്ങൾ അത് മാറ്റാൻ പലപ്പോഴും ഞാൻ തയ്യാറാകില്ല. കാരണം അച്ഛനമ്മമാരിട്ട പേരാണ്, ആ രീതിയിലുള്ള സ്പെല്ലിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ പലർക്കും ഇത് മാറ്റാൻ ഒരു വൈമനസ്യമുണ്ടാവും, ഒരു മനസ്സില്ലായ്മ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇതാണ് ഈ നെയ്മോളജിയിലെ ഒരു വ്യത്യാസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് പലർക്കും അറിയുകയുമില്ല. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്മോളജി എന്നത് അത്ര ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല ഇതിനകം. അതുകൊണ്ട് തന്നെ താങ്കളെ പോലുള്ളവരുടെ ഒരു സാന്നിധ്യം, ഇടപെടൽ എത്രത്തോളം പ്രസക്തമാണ് ഇന്നത്തെ ഒരു സമകാലിക അവസ്ഥയിൽ? അതായത് ഈ പേര് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും റെക്കോർഡിക്കലി മാറ്റേണ്ട ആവശ്യമില്ല. ഇല്ല. റെക്കോർഡിക്കലി മാറ്റേണ്ട വന്നാൽ മാത്രം മാറ്റിയാൽ മതി. ഒരു 180 ദിവസം, അതായത് 6 മാസത്തെ പ്രാക്ടീസ് ഉണ്ട്. ഈ പേരിന്റെ നെഗറ്റീവ് ലെറ്റേഴ്സ് ഒക്കെ മാറ്റി അറേഞ്ച് ചെയ്തിട്ട് 180 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്. ഈ പ്രാക്ടീസിന് കൂടെ നമുക്ക് പ്രാധാന്യങ്ങൾ വരും. പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസാണത്. അപ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ലെറ്റേഴ്സ് മാറ്റിയൊക്കെ അറേഞ്ച് ചെയ്ത് പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട്, സാമ്പത്തികമായിട്ട്, അതുപോലെ തന്നെ സാമൂഹ്യമായിട്ട് ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഈ വ്യത്യാസങ്ങൾ ഒരിക്കൽ ഇപ്പോൾ പി ഗോപാലകൃഷ്ണൻ എന്നുള്ള പേരിലാണ് വോട്ട് ചെയ്യുന്നത്, പക്ഷെ ദിലീപ് എന്നുള്ള പേരിലാണ് ഫേമസ് ആയത്. പിന്നെ അതുപോലെ തന്നെ തിരുവല്ലയിലുള്ള ധന്യവീണ എന്ന് പറയുന്ന പെൺകുട്ടി, ഈ ധന്യവീണ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേര് മാറ്റി കൊടുത്തത് നവ്യ നായർ എന്നുള്ള പേരിലാണ് മലയാള സിനിമ രംഗത്ത് ഫേമസ് ആയത്. പിന്നെ എറണാകുളത്ത് കലാഭവന്റെ ഓപ്പോസിറ്റ് വീടുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന സലീം അഹമ്മദ് ഘോഷ്, അദ്ദേഹത്തിന്റെ പേര് മാറ്റി കൊച്ചിൻ ഹനീഫ എന്നായപ്പോഴാണ് ഫേമസ് ആയത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് പേരുമാറ്റങ്ങൾ. ഇപ്പോൾ ശ്രീ ശേഷാദ്രി വെങ്കട്ടരാമയ്യർ എന്നുള്ള പേര് മാറ്റി MS തൃപ്പൂണിത്തറ എന്നായപ്പോഴാണ് ഫേമസ് ആയത്. കോട്ടയത്തുള്ള ജോസഫ് എന്ന് പറയുന്ന പേര് മാറ്റി ജോസ് പ്രകാശ് എന്നായപ്പോഴാണ് ഫേമസ് ആയത്. അപ്പൊ അങ്ങനെ ഒരുപാട് നെയിം അറേഞ്ച്മെന്റ് അനുസരിച്ച് അതൊക്കെ ഗുരുനാഥൻ ചെയ്തു കൊടുത്ത പേരുകളിലൊന്നാണ്. ജോസ് പ്രകാശ് ഒരു പേര് മാറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് തേവള്ളിയിലുള്ള ബേബി അണ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു. അദ്ദേഹം നേവൽ ബേസിലെ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോസ് പ്രകാശ് മാറ്റി കൊടുത്ത് ജയൻ എന്നുള്ള പേരിലാണ് മലയാള സിനിമാ രംഗത്ത് പ്രശസ്തനായി തീർന്നത്. അതുപോലെ കണ്ണൂർ അഴീക്കോടുള്ള തിരുക്കോട് പരമേശ്വരൻ മാധവൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം TP മാധവൻ എന്നുള്ള പേരിലാണ് മലയാള സിനിമാ രംഗത്ത് ഫേമസ് ആയത്. കോഴിക്കോട് തന്നെ ഉള്ള
ഒരു KP അബ്ബാജാൻ എന്ന് പറയുന്ന വ്യക്തി KP ഉമ്മർ എന്നുള്ള പേരിലാണ് സിനിമാ രംഗത്ത് ഫേമസ് ആയത്. അത് ഗുരുനാഥൻ ചെയ്ത് കൊടുത്ത പേരാണ്. പിന്നെ വൈക്കത്തുനിന്ന് ബേപ്പൂര് എത്തി ബേപ്പൂര് സുൽത്താനായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ നാടകത്തിലൂടെ പനങ്ങാട്ട് വീട്ടിൽ പത്മതലാക്ഷൻ എന്ന് പറയുന്ന വ്യക്തിയെ പേരുമാറ്റി കുതിരവട്ടം പപ്പു എന്നുള്ള പേരിലാണ് സിനിമാ രംഗത്ത് ഫേമസ് ആയത്. അപ്പോൾ ഇതിലൊക്കെ ഒരു ഇടപെടലുകൾ, നെഗറ്റീവ് ലെറ്റേഴ്സ് ഒക്കെ മാറ്റി അറേഞ്ച് ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ബേസ് വെച്ചൊക്കെയായിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ പോസിറ്റീവ് എനർജീസ് വന്നാൽ അവരുടെ വിദ്യാഭ്യാസം മാത്രമല്ല, സാമൂഹ്യം മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ, അതായത് സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന അവസ്ഥകളും ഒക്കെ ഉണ്ടാവും. അതായത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പേരിലെ മാറ്റം ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. താങ്കളുടെ ഈ ഒരു ഇടപെടൽ കൊണ്ട് എത്രത്തോളം ആൾക്കാരാണ് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് ലഭിച്ചത്? പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ താങ്കളുടെ അടുത്തേക്ക് എത്തുന്നത്? ഇല്ല, സിനിമാ മേഖലയിൽ നിന്ന് പ്രശസ്തരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സാധാരണക്കാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അധികവും എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, പോലീസ് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമ്മൾ ആക്കുകയാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും. ചിലര് ഇത് വളരെ മോശമാണ് അല്ലെങ്കിൽ ഇത് നല്ലതല്ല എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ അവർക്കത് ബോധ്യമാകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഈ സാധാരണ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അത് മാത്രമല്ല സാധാരണക്കാർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പേരുകൾ അറേഞ്ച് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒരു വീടെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതല്ല, പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുക, കൂടുതൽ അവർക്ക് പ്രാധാന്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു തൊഴിൽ മേഖലയിലേക്ക് പോവുക എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്കത് കാരണം എല്ലാം കമ്പ്യൂട്ടറിൽ ഒരേ രീതിയിൽ നെറ്റിൽ കിട്ടും. അത് എന്നാലും നമ്മൾക്ക് ഇതിന്റെ ആ ഒരു സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കിയാൽ അവരും വരും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കുറെ പേർക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു 18 വർഷം കൊണ്ട്. 18 വർഷം കൊണ്ട് ഒരുപാട് പേരുടെ പേരുകൾ മാറ്റി അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ചൂരിക്കുകയുണ്ടായി, കിരൺ കുമാർ എന്നാണ് പേര്. ആ പേരിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? KIRANKUMAR, കിരൺ കുമാർ. കിരൺ കുമാർ. ഈ കെ എന്ന് പറയുന്നത് മറ്റേ ദുഃഖവും സന്തോഷവും ഇടകലർന്നിട്ടുള്ളതാണ്. I എന്ന് പറയുന്ന ലെറ്റർ അവിടെ ഒരു പോസിറ്റീവ് എനർജി കൂടുതലുള്ള, ആത്മവിശ്വാസം കൂടുതലുണ്ടാക്കുന്ന ലെറ്ററാണ്. അത് R കൂടി നിൽക്കുന്നു, IR. അപ്പോൾ ആ വ്യക്തിക്ക് തലവേദന ഒഴിയില്ല. R എന്ന് പറയുന്ന അക്ഷരത്തിന്റെ സൂര്യൻ ഉച്ചരാശിയിലാണ്. I എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു അക്ഷരമാണ്. പിന്നെ ആറിനോടുകൂടി A എന്ന് പറയുന്ന ലെറ്റർ നിൽക്കുമ്പോൾ സാമ്പത്തിക ഭാവങ്ങളെ ഉജ്ജ്വലമാക്കുന്ന ലെറ്ററാണ്. എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ്, അതാണ് ആ വ്യക്തിയെ സംബന്ധിച്ച് കൂടുതൽ പറയാനുള്ളത്. ഈ പേര് നല്ല പേരാണ്. പിന്നെ അതായത് തുടരെയുള്ള വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കിരൺ കുമാർ. പിന്നെ കഴുത്ത്, പുറം ഒക്കെ വേദന കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതങ്ങനെയാണ് ആ ലെറ്ററിന്റെ ഒരു ദോഷം. ഇത് അക്ഷര ചികിത്സയും കൂടിയാണത്. ഓക്കെ. പിന്നെ മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനുള്ള ആ ഒരു താല്പര്യം അത് കൂടുതലായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ അരുത്, പാടില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയാണ്. പിന്നെ യാത്രകളെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ എന്താണാവോ? CM PM പാലക്കാട്. അത് കിരൺ കുമാർ PM. അത് കിരൺ കുമാർ PM എന്നാണോ? അതെ, കിരൺ കുമാർ PM. അപ്പോ ആ സംയോജനം കുമാർ PM എന്ന് പറയുന്ന സംയോജനം അത്ര നല്ല ഒരു എഫക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്. അതായത് ഈ അദ്ദേഹം 1ാം സ്ഥാനത്ത് എത്തണം എന്ന് വിചാരിക്കും, പക്ഷെ അതിന്റെ
ഏറ്റവും അണിയറയിൽ നിന്ന് പോരുന്ന അവസ്ഥയാണുള്ളത്. ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ക്ലിയർ ആകുന്നില്ല. ചില ലെറ്റേഴ്സ് ഒക്കെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അണിയറയിലാണ് സജീവം. ഏതായാലും ഇതുപോലെ പല ആൾക്കാർക്കും ഇത് അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്, പക്ഷേ സമയപരിമിതി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു പേര്, അതിലെ മാറ്റം, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം, അതൊക്കെ കണക്കിലാക്കി മാത്രമേ താങ്കൾക്ക് അതിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് താങ്കളെ ബന്ധപ്പെടാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ വിലാസവും ഫോൺ നമ്പറും ഒന്ന് പറയാമോ? എൻ്റെ ഫോൺ നമ്പർ 9744928052. ഒന്നുകൂടി പറയാം. ഫോൺ നമ്പർ ഒരു പ്രാവശ്യം കൂടി പറയാം. 9744928052. ഇത് ഫോൺ നമ്പറിൽ ഒരു സംഭവമുണ്ട്. ഈ ഫോൺ നമ്പർ നമ്മളുടെ ഫോൺ നമ്പറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അനുകൂലമാണെങ്കിൽ മാത്രമേ ബിസിനസ്സുകൾ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും. പിന്നെ നിങ്ങളുടെ വണ്ടി നമ്പർ മാറ്റാൻ പറ്റില്ല. അതിൽ എന്തെങ്കിലും ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷങ്ങൾ കുറയ്ക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള വെഹിക്കിൾ നമ്പർ എന്തായാലും ഈ നമ്പർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അനുയോജ്യമായിരിക്കണം. ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ പേരിന്റെ സംഖ്യയും ഒരു വ്യക്തിയുടെ പേരിന്റെ സംഖ്യയും ഒരേ രീതിയിലായിരിക്കണം. ഈ ഒരേ രീതിയിലായിരുന്നാൽ അതിൽ പര സൗഭാഗ്യം വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരേ ലെറ്റർ വെച്ചിട്ട് ഇപ്പോൾ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹമാണ്, പക്ഷെ സൂര്യന്റെ അപഹാരത്തിൽ ചില കപാലി ഗണത്തിൽപ്പെട്ട സംഖ്യകളുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ സംഖ്യ 39 എന്ന് പറയുന്ന സംഖ്യയാണ്. ഈ 39 എന്ന് പറയുന്ന സംഖ്യ അത്ര നല്ല എഫക്റ്റ് അല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും കെ കരുണാകരൻ എന്ന് പറയുന്ന അത്ര അങ്ങോട്ട് പ്രശസ്തി പോരാ. അതിന്റെ കാരണം 39 എന്ന് പറയുന്ന സംഖ്യയാണ്. നമുക്ക് ഏറെ പുതുമയുള്ള എന്നാൽ ഏറെ അറിവ് പകരുന്ന കാര്യങ്ങളാണ് താങ്കൾ ഇതിനകം സൂചിപ്പിച്ചത്. ഇനിയും ഈ ന്യൂമോളജിയുമായി ബന്ധപ്പെട്ട ഈ ഒരു മേഖലയിൽ കൂടുതൽ പ്രശസ്തിയിലേക്ക് താങ്കൾ ഉയരട്ടെ, കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി താങ്കൾ മാറട്ടെ. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അതിഥിയായി എത്തിയതിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഏതായാലും വാർത്താപുലേരിയുടെ ഇന്നത്തെ നല്ലൊരു സുദിനം ഇവിടെ